മൈൻഡ് പവറിൽ ബിഗ് ക്രിയേറ്റർ, ലിറ്റിൽ ക്രിയേറ്റർ എന്നീ രണ്ട് കോൺസെപ്റ്റുകളുണ്ട്. ബിഗ് ക്രിയേറ്റർ എന്നുള്ള കോൺസെപ്റ്റ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ വലിയ ശക്തിയെക്കുറിച്ചും, ലിറ്റിൽ ക്രിയേറ്റർ എന്നുള്ള കോൺസെപ്റ്റ് നമ്മളെ ഉദ്ദേശിച്ചുമാണ് അവതരിപ്പിക്കുക. ബിഗ് ക്രിയേറ്റർ ഈ പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്കും സാധിക്കും. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ വലിയ ശക്തിയുടെ കഴിവുകളെ നാം സാധാരണ രീതിയിൽ മൂന്നായിട്ടാണ് തിരിക്കുക. ഒന്ന്, ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്. രണ്ട്, പരിപാലിക്കുവാനുള്ള കഴിവ്. മൂന്നാമത്തേത്, സംഹരിക്കുവാനുള്ള കഴിവ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഈ കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും ബിഗ് ക്രിയേറ്റർ നമ്മളോട് ആവശ്യപ്പെടുന്നത് സംഹരിക്കേണ്ട, പക്ഷേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പരിപാലിക്കുകയും ചെയ്യാനാണ്. നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വലിയ ക്രിയേറ്ററിനെ നമ്മുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കൊച്ചു കുഞ്ഞ് അപ്പൻ ഒരു വലിയ കല്ലെടുത്ത് എറിയുന്നു, കൊച്ചു കുഞ്ഞ് ഒരു ചെറിയ കല്ലെടുത്ത് എറിയുന്നു. പക്ഷെ ഒരു വലിയ കല്ലെടുത്ത് കൊച്ചു കുഞ്ഞിന് എറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കൊച്ചു കുഞ്ഞ് പറയും, അപ്പ എന്നെ ഒന്ന് സഹായിക്കാവോ, എനിക്ക് കല്ലെടുത്ത് എറിയണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു ശിശുവിൻ്റെ മനോഭാവത്തോടു കൂടി വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹത്തെ ബിഗ് ക്രിയേറ്ററിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ബിഗ് ക്രിയേറ്റർ തീർച്ചയായിട്ടും അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഈ ടെക്നിക്ക് തന്നെയാണ് ഈ ലോകത്ത് സക്സസ്ഫുൾ ആവുന്ന എല്ലാ വ്യക്തികളും ചെയ്യുക. അവർ ഈ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടും, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിൻ്റെ ആ വലിയ കരുതൽ, നിൻ്റെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. ഈ ആവശ്യം എക്കോളജിക്കലി റൈറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ക്രിയേറ്റർ അത് നടത്തിത്തരും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിഗ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഈ പ്രപഞ്ചം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ മുഴുവൻ പൊട്ടൻഷ്യലും ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് ഈ പ്രപഞ്ചം ആഗ്രഹിക്കുന്നു. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഈ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടണം, സപ്പോർട്ട് ആവശ്യപ്പെടണം. ആ സപ്പോർട്ട് തീർച്ചയായിട്ടും കിട്ടുകയും വലിയ കാര്യങ്ങൾ എക്കോളജിക്കലി റൈറ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് എക്കോളജിക്കലി റൈറ്റ് ആയിരിക്കണമെന്ന് പറയുന്നത്? കാരണം അത് എനിക്കും മറ്റുള്ളവർക്കും ഈ പ്രപഞ്ചത്തിനും നല്ലതായിരിക്കണം. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം അത് നടത്തി തരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കില്ല. ഒരു പ്രൊട്ടക്ഷനായിട്ട്, ഒരു വലിയ ഷീൽഡായിട്ട്, ഒരു വലിയ കോട്ടയായിട്ട് ഈ പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ എക്കോളജിക്കലി റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അത് ചെയ്തു കഴിയുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, നന്ദിയോടുകൂടി ഈ പ്രപഞ്ചത്തെ ഓർക്കുകയും ചെയ്യണം. ഒരു വ്യക്തി നന്ദി ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥയും. ഈ പ്രപഞ്ചവും നന്ദി ആഗ്രഹിക്കുന്നു. നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ വലിയ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.